ഇവിടെയാണ് നമ്മളുടെ മെയിൻ പോയിന്റ് വരുന്നത് കേട്ടോ. ബീജമൂലം എന്ന് വെച്ചാൽ വിത്ത് മുളയ്ക്കാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ബീജമൂലം എന്ന് പറയുന്നത് എന്താണ്? ബീജമൂലം എന്തായിട്ടാണ് മാറുന്നത്? ബീജമൂലം എന്ന് പറയുന്നത് വേരായിട്ടാണ് മാറുന്നത് കേട്ടോ. ബീജമൂലം എന്ന് പറയുന്നത് വേരായിട്ടാണ് മാറുന്നത്. ബീജപത്രം എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, പത്രം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇല എന്ന് പറയുന്നത് ഒരു പത്രം പോലെ ഇരിക്കുന്നത്. അപ്പോൾ ബീജപത്രം എന്ന് പറയുന്നത് ഇലയായിട്ടാണ് മാറുന്നത്. ബീജശീർഷം എന്ന് പറയുന്നത് എന്താണ്? തണ്ടായിട്ടാണ് മാറുന്നത്. ബീജശീർഷം എന്ന് പറയുന്നത് തണ്ടായിട്ടാണ് മാറുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ബീജമൂലം എന്ന് പറയുന്നത് വിത്ത് മുളച്ചാൽ ആദ്യം തന്നെ വരയ്ക്കുന്നത് ബീജമൂലമാണ് വരുന്നത്. ഈ ബീജമൂലം വേരായിട്ട് മാറും. അതുപോലെ തന്നെ ബീജപത്രം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഇലയായിട്ട് മാറും. ബീജശീർഷം എന്ന് പറയുന്നത് തണ്ടായിട്ട് മാറും. ഓക്കെ. ഹൈഡ്രോപോണിക്സ്, മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഈ കൃഷി രീതിയിൽ